ഞങ്ങളുടെ ഫീലിങ്സ് മ്യൂച്വൽ ആണ്. ഞങ്ങൾ ഇപ്പൊ അങ്ങോട്ട് പരിചയപ്പെട്ടിട്ടേ ഉള്ളൂ. എല്ലാവരുടെയും സപ്പോർട്ട് വേണം എന്നൊക്കെയാണ് ഹാജിൻ പറഞ്ഞു തന്നു. ജൂനിയർ പറയുന്നതുകൊണ്ടാണ് ജംഗൂൺ അറിയുന്നത്. ഇത്രയ്ക്കും അറ്റൻഷൻ സീക്കിംഗ് ആണ് ഹാജിൻ അറിഞ്ഞില്ല എന്നാണ് ജംഗൂൺ അന്നേരം ദേഷ്യത്തിൽ പറയുന്നത്. ജംഗൂൺ ഓഫീസിലേക്ക് ചെല്ലുമ്പോൾ അവിടെ നിറയെ റിപ്പോർട്ടേഴ്സ് ആണ്. എന്താണ് പറയാനുള്ളതെന്നൊക്കെ ചോദിച്ചിട്ട് ഇവന്റെ ചുറ്റും കൂടും. ഒരുവിധം രക്ഷപ്പെട്ടിട്ടാണ് അവൻ ഓഫീസിനകത്തേക്ക് കയറുന്നത്. ഇവൻ ചെല്ലുന്നുണ്ട് മിസ്റ്റർ കിം ഇവനെ വിളിച്ചുകൊണ്ട് റൂമിലേക്ക് പോകും. അവിടെ വേറൊരു റിപ്പോർട്ടർ നിൽപ്പുണ്ട്. മിസ്റ്റർ കിമ്മിന്റെ ജൂനിയർ ആയിട്ട് കോളേജിൽ പഠിച്ചതാണ്. എക്സ്ക്ലൂസീവ് ആയിട്ട് അയാൾക്ക് ന്യൂസ് കൊടുക്കണം, അതിന് വേണ്ടിയിട്ടാണ് വിളിച്ചുകൊണ്ട് വന്നേക്കുന്നത്. എന്തായാലും ഹാദിൻ ഓൾറെഡി റിലേഷൻഷിപ്പിലാണെന്നൊക്കെ സമ്മതിച്ചു കഴിഞ്ഞു. അപ്പൊ ജംഗൂൺ എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കണം, അതിന് വേണ്ടിയിട്ടാണ്. ഞാൻ ആരെയും ഡേറ്റ് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്കും മിസ്റ്റർ കിം ഇടയ്ക്ക് കയറി പറയും. എന്താണ് പറയുന്നതെന്ന് കൃത്യമായിട്ട് ആലോചിച്ച് വേണം പറയാനായിട്ട്. ഡേറ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കള്ളമാണെന്ന് ആൾക്കാർ പറയും. കാരണം നിങ്ങളെ ഒന്നിച്ച് ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്. അപ്പം ഇയാളൊരു പ്ലേ ബോയ് ആണെന്നുള്ള രീതിക്ക് പേര് വരും. ഇനിയിപ്പോ സമ്മതിച്ചില്ലെങ്കിൽ അത് ഹാജിനും പ്രശ്നമാണ്. ഓൾറെഡി അവള് കള്ളം പറയുവാണ്, പുതിയ സിനിമയുടെ പ്രൊമോഷൻ വേണ്ടിയിട്ടാണോ എന്നൊക്കെ ആൾക്കാർ സസ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇത് കള്ളമാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ പിന്നെയും ഇനിയും അവളെ കുറ്റം പറയത്തേ ഉള്ളൂ. അപ്പം നന്നായിട്ട് ആലോചിച്ചിട്ട് വേണം പറയാനെന്ന് പറയും. ഞാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചോ ചോദിച്ചു മിസ്റ്റോയി കളിയാക്കുന്നുണ്ട്. അവിടെ ഒന്നും സംഭവിച്ചില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ഇറങ്ങി. കുറച്ച് സംസാരിക്കേണ്ടി വന്നു, അന്നേരം എടുത്ത ഫോട്ടോസ് ആണെന്ന് ഞാൻ തിരിച്ചു പറയും. എന്നാലും ഞാൻ വിളിച്ചു വരുത്തിയിട്ട് ആ കുട്ടിക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായല്ലോ, നമ്മൾ കാരണം ഓൾറെഡി അത് ബുദ്ധിമുട്ടിയിരിക്കുകയായിരുന്നു എന്ന് മിസ്റ്റോയി പറയുന്നത് തന്നെയാണ്. അവളല്ല ജംഗൂണിനെ അങ്ങോട്ടേക്ക് വിളിച്ചു തന്നെ അവന് മനസ്സിലാകുന്നത്. എനിക്ക് ഇത് അങ്ങനെയല്ല എന്ന് പറയണമെന്നുണ്ട്, പക്ഷെ ഓൾറെഡി അവരുടെ സൈഡിൽ നിന്ന് ഇത് അങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞതുകൊണ്ട് ഞാൻ ഇനി പറഞ്ഞ അത് കള്ളമാവും. പിന്നെ ആൾക്കാരുടെ ദേഷ്യം എല്ലാം എൻ്റെ അടുത്തേക്കായിരിക്കും. അതുകൊണ്ടാണ് ഇപ്പൊ ഞാനൊന്നും മിണ്ടാത്തതെന്ന് പറയും. ഇനി അങ്ങനെ ഹാജിന് ഇഷ്ടമുണ്ടോ എന്ന് മിസ്റ്റോയി പറയുന്നുണ്ടെങ്കിലും അങ്ങനെയൊന്നും ഇല്ലാന്ന് ജംഗൂൺ തർക്കിച്ച് പറയും. എന്താണ് വേണ്ടുന്നതെന്ന് തീരുമാനിക്കണം. ഇത് കാരണം നമ്മളുടെ പ്രോഗ്രാമിന് എന്തെങ്കിലും പ്രശ്നം വരുവാണെങ്കിൽ രണ്ടുപേരെയും ഞാൻ വെറുതെ വിടത്തില്ല എന്ന് മിസ്റ്റോയി പറയും. ശരിക്കും നിങ്ങൾ തമ്മിൽ ഒന്നുമില്ല എന്ന് ചോദിച്ചിട്ട് ജൂനിയർ കളിയാക്കുമ്പോഴത്തേക്കിനും ജംഗൂൺ ദേഷ്യത്തിലാണ് അവരുടെ അടുത്ത് സംസാരിക്കുന്നത്. എത്ര പ്രാവശ്യം പറയണം നിന്നോട് ഒന്നുമില്ല എന്ന്. എനിക്ക് ആ ഹാജിന്റെ നമ്പർ എങ്ങനെയെങ്കിലും എവിടെന്നെങ്കിലും സംഘടിപ്പിച്ച് തരണം. മാനേജറിന്റെ നമ്പർ പോരാ, ഹാജിന്റെ പേഴ്സണൽ നമ്പർ തന്നെ വേണം എന്ന് പറയും. നമ്പർ കിട്ടിയിട്ട് ഇവൻ വിളിക്കുമ്പോഴത്തേക്കും നമ്മള് മൂവി പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള തിരക്കിലായിരുന്നു. ഇപ്പൊ സംസാരിക്കാമോ ഇല്ലെങ്കിൽ ഞാൻ പിന്നെ വിളിക്കാന്ന് പറയുമ്പോഴത്തേക്കും കുഴപ്പമില്ല എനിക്ക് സംസാരിക്കാമെന്ന് പറയും. അന്നേരം ഒരു റിപ്പോർട്ടർ കൂടെ ഉണ്ടായിരുന്നു. ആങ്കർ ലീ ആണോ കൂടെ ഉള്ളത്? പുതിയ ഫിലിം റിലീസ് ചെയ്യാൻ പോവാണല്ലോ, അപ്പൊ ഹാജിനോട് എന്താണ് പറയാനുള്ളതെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും മൂവിയൊക്കെ നന്നായിട്ട് വരട്ടെ, ഞാൻ ചിയർ ചെയ്യുന്നുണ്ടെന്ന് ഇവൻ പറയും. കൂടുതൽ എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൻ മിണ്ടാതിരിക്കും. അപ്പൊ ഇവൻ ദേഷ്യമായിട്ടുണ്ടെന്ന് ഇവർക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നീട് വിളിക്കാന്ന് പറഞ്ഞിട്ട് ഇവള് ഫോൺ കട്ട് ചെയ്യും. സ്വന്തമായിട്ട് ഇതെല്ലാം പറഞ്ഞ് ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഒരു പേടിയില്ലാതെ ഒരു സോറി പോലും പറയാതെ ഇത്ര കൂളായിട്ട് എങ്ങനെ സംസാരിക്കാൻ പറ്റുമെന്നാണ് ജംഗൂൺ അപ്പൊ ചിന്തിക്കുന്നത്. ടേയൂൺ ഈ ന്യൂസ് ഒക്കെ വായിച്ചുകൊണ്ടിരിക്കുന്നതന്നെയാണ് അവിടെയുള്ള ഒരു നേഴ്സ് വന്നിട്ട് ചോദിക്കുന്നത് ജംഗൂണിന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്ത് പറഞ്ഞു എന്നാണ് ചോദിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഹാജിൻ ഡോക്ടറുടെ പേഷ്യന്റ് ആയിരുന്നല്ലോ, ജംഗൂൺ അടുത്ത ഫ്രണ്ടും ആണല്ലോ, അപ്പോൾ സ്വാഭാവികമായും അവർ ഡേറ്റ് ചെയ്യുമ്പോൾ കാര്യങ്ങളൊക്കെ പറയണ്ടേന്ന് ചോദിക്കും. ഞാൻ എൻ്റെ പേഷ്യൻസിന്റെ പേഴ്സണൽ ഇൻഫർമേഷൻ അത് എത്ര അടുത്ത കൂട്ടുകാരാണെങ്കിലും ഷെയർ ചെയ്യാറില്ല. അതല്ലേ എൻ്റെ എത്തിക്സ്, നമ്മൾ എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ പറഞ്ഞു വിടും. അച്ഛൻ ടേയൂണിനെ കാണാനായിട്ട് വരും. എന്തുകൊണ്ടാണ് ജംഗൂണിന്റെ റിപ്പോർട്ട് തരാത്തത്? കഴിഞ്ഞ ദിവസം എന്താണ് സംഭവിച്ചതെന്ന് കണ്ടല്ലോ. അങ്ങനെ ഇനി സംഭവിക്കുവാണെങ്കിൽ പ്രശ്നങ്ങൾ വഷളാകുമെന്ന് നിനക്കറിയാലോ, പിന്നെ എന്തിനാണ് ഇത്രയും ലാഘവത്തോടെ ഇത് കൈകാര്യം ചെയ്യുന്നതെന്ന് ചോദിക്കും. അപ്പൊ കഴിഞ്ഞ ദിവസം എന്താണ് സംഭവിച്ചതെന്ന് എന്നോട് പറഞ്ഞു, ഞാൻ കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇനി അങ്ങനെ സംഭവിക്കത്തില്ല എന്ന് ഇവൻ പറയുന്നുണ്ട്. നീ എന്താ വീട്ടിലേക്ക് വരാത്തത്? അമ്മയൊന്ന് വന്ന് കണ്ടുകൂടെ? നിന്നെ വളർത്തിയത് അവരാണെന്നുള്ള ചിന്ത വേണം എന്ന് പറഞ്ഞിട്ടാണ് അച്ഛൻ പോകുന്നത്. ഹാജിന് ഒരു ഫോട്ടോഷൂട്ട് ഉണ്ട്. അവിടേക്ക് പോകുമ്പോൾ ആരെങ്കിലും സ്കാൻഡലിനെ പറ്റി ചോദിക്കുവാണെങ്കിൽ ഒന്നും പറയണ്ട, ചിരിച്ചോണ്ട് നിന്നാൽ മതി എന്ന് ഹാക്കിങ് അവളോട് പറയും. അവിടെ വരുന്നുണ്ടെ അവൾക്ക് വേണ്ടിയിട്ട് എക്സ്ക്ലൂസീവായിട്ട് ആ ബ്രാൻഡ് പുതിയതായിട്ട് ഇറക്കിയ 2 ഡ്രസ്സാണ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കേണ്ടത് ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട്. അപ്പോൾ യൂറ അകത്തുണ്ടായിരുന്നു. കേട്ടതൊക്കെ ശരിയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് വെളിയിലേക്ക് വരുമ്പോൾ ഈ ഡ്രസ്സ് കാണും. ഇത് ഞാൻ കാറ്റലോഗിൽ കണ്ടില്ലല്ലോ, എനിക്ക് വേണം എന്ന് പറയും. അപ്പൊ ഇത് ഹാജിന്റെ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ചെയ്തതാണെന്ന് പറയുന്നുണ്ടെ ഞാനാണല്ലോ അവരുടെ ബ്രാൻഡ് അംബാസിഡർ, അപ്പോൾ എനിക്ക് വേണം അത് തരാൻ എന്ന് പറയും. ഉടനെ ഹാജിൻ പറയുന്നത് എനിക്ക് പ്രശ്നമൊന്നുമില്ല, പക്ഷെ ഇയാൾ ഓക്കെ ആയിരിക്കുമോ എന്നാണ്. ഇവിടെ എന്താ ചോദിക്കുന്നത് യൂറയ്ക്ക് മനസ്സിലാവത്തില്ല. അല്ല, കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഇയാളുടെ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് ആ ബ്രാൻഡ് എന്നെ അവരുടെ മോഡലാക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അന്ന് ആ ഓഫർ സ്വീകരിച്ചില്ല, പക്ഷെ ഇനിയിപ്പോൾ അങ്ങനെ ചെയ്യേണ്ട കാര്യമൊന്നും എനിക്കില്ല. അതുകൊണ്ട് നന്നായിട്ട് ആലോചിച്ചിട്ട് വേണം തീരുമാനിക്കാനായിട്ട്. ഡ്രസ്സ് തരുന്നതിന് എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഇനിയിപ്പോൾ ഞാൻ ഈ ഡ്രസ്സ് ഇട്ട് കണ്ടിട്ട് ഇയാൾ തരുന്ന ഡ്രസ്സ് ഇട്ട് കണ്ടിട്ട് ആ ബ്രാൻഡിനെ എന്നെ മോഡലാക്കണമെന്ന് തോന്നിയാൽ ഇയാൾക്കായിരിക്കും അതിന്റെ നഷ്ടം. ആലോചിച്ചിട്ട് എന്നെ വിളിച്ച് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് ഹാജിൻ അവിടുന്ന് പോകുന്നത്. ഇങ്ങനെ അവൾ തിരിച്ചു പറയാമെന്ന് യൂറ പ്രതീക്ഷിക്കുന്നില്ല. ഹാക്കിങ്ങിന് പക്ഷേ സന്തോഷവും. ന്യൂസ് എല്ലാം വായിച്ചിട്ട് കമന്റ്സ് എല്ലാം വായിച്ച് അപ്ഡേറ്റ്സ് ഒക്കെ ജംഗൂണിന്റെ അടുത്ത് പറയുന്നത് റിപ്പോർട്ടർ ജോയ് ആണ്. ബെസ്റ്റ് റിപ്പോർട്ടറുടെ അവാർഡ് കിട്ടിയപ്പോഴത്തേക്കും പ്രൊഫഷണൽ ആയിട്ട് അത് കിട്ടാൻ
അർഹനാണെന്ന് എനിക്കറിയായിരുന്നു. പക്ഷെ പെൺകുട്ടികൾക്കൊക്കെ ഇത്ര ഇഷ്ടമാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. കമന്റ്സ് ഒക്കെ കണ്ടില്ലേ, എല്ലാം നല്ല കമന്റ്സ് ആണ്. പക്ഷെ ഹാദിന് മാത്രം എല്ലാം നെഗറ്റീവ് കമന്റ്സ് ആണ്. ബ്രോഡ്കാസ്റ്റിൽ അങ്ങനെ ഒരു മിസ്റ്റേക്ക് പറ്റിയതിന്റെ പേരിൽ മനഃപൂർവ്വം ജംഗ്ഹൂണിനെ സെഡ്യൂസ് ചെയ്യാനായിട്ട് നോക്കുന്നതല്ലേ എന്നുള്ള രീതിക്കാണ് ആളുകൾ ചോദിക്കുന്നത്. സത്യം പറഞ്ഞാൽ തെറ്റ് ജംഗ്ഹൂണിന്റെ ഭാഗത്ത് തന്നെ അല്ലായിരുന്നു എന്നൊക്കെ ഇവൻ ചോദിക്കുമ്പോഴത്തേക്കും ആ ന്യൂസ് ഒക്കെ വായിക്കുന്നങ്ങ് നിർത്തണം, ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എന്റർടൈൻമെന്റ് സെക്ഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമെന്ന് ജംഗ്ഹൂൺ ദേഷ്യപ്പെടും എൻ്റെ അടുത്ത്. ജംഗ്ഹൂണിന്റെ കോളും പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഹാദിൻ. അങ്ങോട്ടേക്ക് വിളിക്കാൻ നമുക്ക് പേടിയുണ്ട്. അങ്ങനെ ഇരിക്കുന്നതുകൊണ്ടാണ് ന്യൂസ് കഴിയുമ്പോൾ ഒന്ന് മീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ജംഗ്ഹൂൺ മെസ്സേജ് അയക്കുന്നത്. അപ്പോൾ ആളുകളുടെ കണ്ണിപ്പെടാതെ എവിടെയെങ്കിലും വേണം മീറ്റ് ചെയ്യാൻ, അതുകൊണ്ട് പാർക്കിംഗ് ലോട്ടിൽ മീറ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അവൾ ഒരു സ്ഥലം പറയും. ഹാദിൻ നല്ല കൂളായിട്ടാണ് വന്ന് കയറുന്നത്. ഇയാൾ എന്തിനാണ് എന്നോട് ഇത് ചെയ്യുന്നത്, ഞാൻ അപ്പോളജൈസ് ചെയ്യുന്നു, ഇന്നലെ എന്നെ അവിടേക്ക് വിളിച്ചു വരുത്തിയത് മിസ്റ്റോയാണെന്ന് എനിക്ക് മനസ്സിലായി, അതുകൊണ്ടാണോ എന്നോട് ഇത് ചെയ്യുന്നതെന്ന് ചോദിക്കും. മനസ്സിലായല്ലോ, അതുകൊണ്ട് തന്നെയാണ് ഞാനിത് ചെയ്യുന്നത്. എനിക്ക് പറയാനുള്ളത് കേൾക്കാൻ പോലും നിൽക്കാതെയാണ് ഇയാള് വീട്ടിലേക്ക് പോയത്. അതുകൊണ്ട് എനിക്ക് ദേഷ്യം ഉണ്ടായിരുന്നു. അപ്പം ഇയാൾക്കും തിരിച്ച് ആ ഒരു ബുദ്ധിമുട്ട് വരണം എന്ന് വിചാരിച്ചു തന്നെയാണ് ഞാനത് പറഞ്ഞതെന്ന് പറയും. അപ്പൊ ഇയാൾക്ക് ഇപ്പൊ സമാധാനമായോ എന്ന് ഇവൻ ചോദിക്കുമ്പോഴത്തേക്കിനും പിന്നെ ഇയാൾ ചോദിച്ച ഒരു കാര്യമുണ്ടല്ലോ, എനിക്ക് ഇയാളെ ഇഷ്ടമാണോ എന്ന് ചോദിച്ചല്ലോ, ഇഷ്ടമാണെന്ന് തോന്നുന്നു എന്ന് ഇവള് പറയും. ഉടനെ ഇവൻ പറയുന്നത് എനിക്ക് യാതൊരു ഇൻട്രസ്റ്റും ഇല്ല, ഡേറ്റ് ചെയ്യാൻ യാതൊരു താല്പര്യവും ഇല്ല എന്നാണ്. ഇത്ര പെട്ടെന്ന് തന്നെ റിജക്ട് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു, ഒന്ന് ആലോചിക്കാമെന്നെങ്കിലും പറയായിരുന്നു എന്ന് ഇവള് പറയുന്നുണ്ട്. ഞാൻ ഇയാളോട് ഒരു കള്ളം പറഞ്ഞു, എന്റെ ഫസ്റ്റ് ലവിനെ ഓർമ്മയില്ല എന്ന് ഞാൻ പറഞ്ഞത് വെറുതെയാണ്, എനിക്കിപ്പോഴും ആ കുട്ടിയെ മറക്കാനായിട്ട് പറ്റിയിട്ടില്ല എന്ന് ഇവൻ പറയും. ഇയാളുടെ സംസാരം കേൾക്കുമ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഓൾറെഡി എൻഡ് ചെയ്തതാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ വീണ്ടും ആ കുട്ടിയെ തന്നെ വേണമെന്ന് നിർബന്ധം പിടിക്കുന്നത് അത്ര നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ കുട്ടിക്ക് അത് ഒരുപക്ഷെ ഇഷ്ടപ്പെടത്തില്ല എന്ന് ഇവള് പറയും. എനിക്ക് ഇതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാനായിട്ട് താല്പര്യമില്ല, ഇയാളെ എന്തായാലും ഞാൻ ഡേറ്റ് ചെയ്യാനായിട്ട് പോകുന്നില്ല എന്ന് പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നമ്മൾ ബ്രേക്കപ്പ് ആയി എന്ന് ന്യൂസ് പറയാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് എൻ്റെ മൂവി റിലീസ് ചെയ്ത് എങ്ങനെയാണിത് മുന്നോട്ട് പോകുന്നതെന്നൊന്ന് നോക്കട്ടെ. ഹിറ്റ് ആണെങ്കിൽ 1-2 മാസം, ഫ്ലോപ്പ് ആണെങ്കിൽ 2 ആഴ്ച, അതിൽ കൂടുതൽ പോകത്തില്ല. അത് കഴിയുമ്പോൾ നമ്മൾ ബ്രേക്കപ്പ് ആയി എന്ന് പറയാമെന്ന് പറയും. അങ്ങനെയാണെങ്കിൽ നമുക്ക് 2 ആഴ്ചയിൽ സെറ്റിൽ ചെയ്യാമെന്ന് ഇവൻ പറയുന്നുണ്ട്. അതെന്താ എൻ്റെ മൂവി ഓടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ എന്ന് ചോദിക്കും. ഇല്ല എന്ന് ഇവൻ പറയും. ഉടനെ ഇവളും പറയുന്നത് എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. ശരി, 2 ആഴ്ച കഴിയുമ്പോഴത്തേക്കിനും നമ്മൾ ബ്രേക്കപ്പ് ആയി, യൂഷ്വലി പറയുന്ന റീസൺസ് ഒക്കെ പറഞ്ഞിട്ട് പറയാം. അതിനുശേഷം ഇയാൾ റിഗ്രറ്റ് ചെയ്തിട്ട് തിരിച്ചു വന്നാലും ഞാൻ ഇയാളെ ഡേറ്റ് ചെയ്യത്തില്ല എന്നും പറയും. നമുക്ക് അതുവരെ റിപ്പോർട്ടേഴ്സിനെ ഒന്നും കണ്ണിപ്പെടാതെ അധികം മീറ്റ് ചെയ്യാതെ വേണം മുന്നോട്ട് പോകാനായിട്ടെന്ന് ജംഗ്ഹൂൺ പറയുമ്പോൾ അതൊന്നും കുഴപ്പമില്ല, നമ്മൾ റിലേഷൻഷിപ്പ് അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പുറകെ ആരും വരാനായിട്ട് പോകുന്നില്ല, ആർക്കും ഇൻട്രസ്റ്റ് ഒന്നും കാണത്തില്ല എന്ന് പറയും. ഇത് പറഞ്ഞു തീരുന്നതും എവിടുന്നൊക്കെയോ ക്യാമറ ഇങ്ങനെ ഫ്ലാഷ് മിന്നുന്നത് അവന് മനസ്സിലാവും. ഇയാളല്ലേ പറഞ്ഞ ആരും വരത്തില്ലെന്ന്, ഓൾറെഡി ഇവിടെയൊക്കെ റിപ്പോർട്ടേഴ്സ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഇവൻ പറയുന്നുണ്ട് പെട്ടെന്ന് തന്നെ കാർ എടുത്തിട്ട് പോകാനായിട്ട് പറയും അവള്. അപ്പൊ ഇവളാണെങ്കിൽ അവളുടെ കാർ അവിടെ പാർക്ക് ചെയ്തിട്ട് ജംഗ്ഹൂണിന്റെ കാറിലാണ് ഇരിക്കുന്നത്. അപ്പൊ ഇയാളുടെ കാറാന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ ഹാക്കിങ്ങിനെ കൊണ്ട് എടുപ്പിച്ചോളാം എന്ന് പറയും. ഇവർ കാർ ഡ്രൈവ് ചെയ്ത് മുന്നോട്ടേക്ക് പോകുമ്പോഴത്തേക്കും സ്നോ വീഴാനായിട്ട് തുടങ്ങും. അവൻ അന്നേരം പഴയ കാര്യം ഓർക്കും. സ്നോ മൂടിക്കിടക്കുന്ന ഒരു റോഡിൽ ഇവൻ കാർ ഓടിച്ചു പോകുന്നു. സെയ്യൂൺ ഒരു ബിൽഡിങ്ങിന്റെ മേളിൽ നിന്ന് ഫ്രണ്ടിൽ വന്ന് വീഴുന്നു. ഇവൻ പോയി നോക്കുന്നു, സെയ്യൂൺ മരിച്ചിട്ടുണ്ടാവും. അതൊക്കെ ഓർത്തിട്ട് കാർ സഡൻ ബ്രേക്ക് ഇടും. എന്താ പറ്റിയതെന്ന് ഹാദിന് മനസ്സിലാവുന്നില്ല. എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇയാളെ കാറിൽ നിന്ന് ഇറങ്ങാൻ, എനിക്ക് ഇയാളെ കൊണ്ടുവിടാനായിട്ട് പറ്റത്തില്ല എന്ന് പറയും. അപ്പൊ ഇവൾ ഇറങ്ങാതിരിക്കുന്നുണ്ടെ ഇവൻ കാറിൽ നിന്ന് ഇറങ്ങി മാറി നിൽക്കും. ഇവള് പുറകെ ചെല്ലും. ഇവക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഇയാൾ എന്തിനാ എന്നെ ഇങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത്, ഞാനൊരു പുഷ് ഓവർ ആണെന്ന് വിചാരിച്ചു, ഇയാളെ ഇഷ്ടമാണെന്ന് പറഞ്ഞതുകൊണ്ട് എന്നെ എങ്ങനെ വേണമെങ്കിലും ട്രീറ്റ് ചെയ്യാമെന്നാണോ ഇയാൾ വിചാരിച്ച് വെച്ചേക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ദേഷ്യപ്പെട്ടു. ഞാൻ പറഞ്ഞത് ഇയാൾക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം, ഇയാൾ എന്ത് വിചാരിച്ചാലും എനിക്ക് ഒന്നുമില്ല എന്ന് ജംഗ്ഹൂൺ പറയുന്നുണ്ട്. ഇവള് പറയും എനിക്ക് ഇയാളോട് ഇഷ്ടം തോന്നിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ ഇയാൾ തന്നെയാണ്. അന്ന് ആ സ്റ്റുഡിയോയിൽ വെച്ചിട്ട് ഇയാൾക്ക് കാര്യമായിട്ട് എന്തോ സംഭവിച്ചു എന്ന് എനിക്ക് മനസ്സിലായി. ഇയാളൊന്നും പറഞ്ഞില്ലെങ്കിലും സൈലന്റ് ആയിരുന്നെങ്കിലും ഇയാളുടെ കണ്ണുകളിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് എന്നെ അങ്ങനെ നോക്കിയത്. അത്രയും സങ്കടം ആ കണ്ണുകളിൽ വരാനായിട്ട് കാര്യം എന്താണ്, ആ സൈലൻസിൽ കൂടി എന്താണ് എന്നോട് പറയാനായിട്ട് ശ്രമിച്ചതെന്നൊക്കെ ഞാൻ ഇങ്ങനെ ഓർക്കുന്നുണ്ടായിരുന്നു എന്ന് പറയും. ഇതേ കാര്യങ്ങള് പണ്ട് സെയ്യൂൺ ഇവന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് സൈലന്റ് ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ ഉറച്ചു പറയുന്നതിനെക്കാട്ടിലും കൂടുതൽ കാര്യങ്ങൾ ചിലപ്പം കൺവേ ചെയ്യാനായിട്ട് പറ്റും എന്ന് പറഞ്ഞത്. അപ്പം ഇവള് പറയുന്നത് കേൾക്കുന്നുണ്ടേ സെയ്യൂൺ പറയുന്നത് പോലെയാണ് അവന് തോന്നുന്നത്. ആ ഒരു ഷോക്കില് ജംഗ്ഹൂൺ ഹാദിനെ നോക്കുമ്പോൾ ഇയാള് വീണ്ടും അതേ മുഖഭാവത്തോടു കൂടിയാണ് എന്നെ നോക്കുന്നതെന്ന് അവൾ പറയും. നഴ്സ് ചോദിച്ചത് തന്നെയാണ് ജയുന്റെ മനസ്സിൽ ഹാദിന്റെ കണ്ടീഷനെ പറ്റി ജംഗ്ഹൂണിന്റെ അടുത്ത് പറഞ്ഞു എന്ന്. അവനതിങ്ങനെ ആലോചിച്ചിട്ട് പോയി അവളുടെ കേസ് റിപ്പോർട്ട് എടുക്കും. ഹാദിൻ പണ്ട് ജയുനെ കാണാൻ വരുമ്പോൾ വല്ലാത്ത ഒരു സിറ്റുവേഷനിലായിരുന്നു. എനിക്കൊന്നും ചെയ്യാനായിട്ട് തോന്നുന്നില്ല, ഞാനിവിടെ എക്സിസ്റ്റ് ചെയ്തിരുന്നില്ല എന്നുള്ള രീതിക്ക് ഇവിടുന്ന് വാനിഷ് ആയി പോകണം എന്നാണ് ആഗ്രഹം എന്നൊക്കെയാണ് അവനോട് പറയുന്നത്. കേസ് റിപ്പോർട്ടിന്റെ അകത്തുനിന്ന് ഒരു ഫോട്ടോ
സെയൂൺ പുറത്തേക്ക് എടുക്കും. സെയൂണും ഹാജനും ഒന്നിച്ച് ചിരിച്ചോണ്ട് നിൽക്കുന്ന ഫോട്ടോയാണത്. ആ ഷോക്കിൽ നിൽക്കുന്ന ജംഗ്ഹൂൺ ഹാജിന്റെ അടുത്ത് സെയൂണിനെ അറിയാവോ എന്ന് ചോദിക്കും. ഞാൻ ആ പേര് ഇതുവരെ കേട്ടിട്ടില്ല, അത് ആരാണെന്ന് അവൾ തിരിച്ചു ചോദിക്കും.